സ്വർണം കൊണ്ട് സാമ്രാജ്യം വെട്ടിപ്പിടിച്ച റോക്കി ഭായ് എന്ന ക്രിമിനലിന്റെ കഥയാണ് പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ KGF പറഞ്ഞത്. യാഷിന്റെ മികവാർന്ന അഭിനയവും ഉദ്വേഗഭരിതമായ രംഗങ്ങളും വെള്ളിത്തിരയിൽ അലയടി തുടർന്നത് എല്ലാവരും കണ്ടതാണ്. എന്നാൽ ജീവിച്ചിരുന്ന ഒരു KGFനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം എന്ന ചോദ്യം അന്നേ ഉയർന്നിരുന്നു. അതിസമ്പന്നരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേരുകൾ ഇലോൺ മസ്ക്, ജെഫ് ബെസോസ്, ബിൽ ഗേറ്റ്സ്, മുകേഷ് അംബാനി, ഗൗതം അദാനി തുടങ്ങി നിരവധി പേരാണ്. എന്നാൽ ഇവരുടെയെല്ലാം സമ്പത്ത് ഒന്നുമല്ലായിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്. 14-ാം നൂറ്റാണ്ടിൽ വിശാലമായ മാലി സാമ്രാജ്യത്തിന്റെ ഇതിഹാസ ആഫ്രിക്കൻ ചക്രവർത്തിയായിരുന്ന മൻസ മൂസയുടെ കഥ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. പശ്ചിമാഫ്രിക്കയിലെ വിശാലമായ മാലി സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന മൻസ മൂസ 1280-ൽ ജനിച്ചതായും 1312-ൽ സിംഹാസനത്തിൽ കയറിയതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണപ്പെരുപ്പം കണക്കിലെടുക്കുമ്പോൾ ഏകദേശം $400 ബില്യൺ ആസ്തി ഇദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. ഉപ്പും സ്വർണവും തന്നെയാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ KGF ആക്കിയത്. ഐവറി കോസ്റ്റ്, സെനഗൽ, മാലി, ബുർക്കിന ഫാസോ തുടങ്ങിയ ആധുനിക ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു മൻസയുടെ സാമ്രാജ്യം. മൻസയുടെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ തലസ്ഥാനമായ ടിംബക്ടു കലാകാരന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഇഷ്ടകേന്ദ്രമായിരുന്നു. 1324-ൽ മൻസ മൂസ ഹജ്ജ് തീർത്ഥാടനത്തിനായി മക്കയിലേക്ക് പുറപ്പെട്ടു. ഭൂഖണ്ഡത്തിലെ വിശാലമായ സഹാറ മരുഭൂമി കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ യാത്രകളിലൊന്നായിരുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വൻതോതിൽ സ്വർണം വാഹകരായിരുന്ന 100 ഒട്ടകങ്ങളെ ചക്രവർത്തി തന്നോടൊപ്പം കൊണ്ടുപോയതായി രേഖകളിലുണ്ട്. അദ്ദേഹത്തോടൊപ്പം 12,000 സേവകരും 8,000 അനുയായികളും ഉണ്ടായിരുന്നു. മൻസ മൂസ ഒരു ഉദാരവതിയായ രാജാവ് എന്ന നിലയിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വാസ്തവത്തിൽ അദ്ദേഹം രാജാക്കന്മാരുടെ രാജാവ് എന്ന് അറിയപ്പെടുകയാണ് ചെയ്തത്. ദരിദ്രർക്ക് വളരെയധികം സ്വർണം ദാനം ചെയ്തും ആളുകളുടെ കയ്യിൽ അളവില്ലാതെ പണമെത്തിയതോടെ സമ്പദ് വ്യവസ്ഥ തകരുകയാണ് ചെയ്തത്. ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ മൂസ വളരെയധികം സമ്പത്ത് വെറുതെ ചെലവഴിച്ചുവെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. സ്വർണത്തിൽ നൽകിയ ഈ സംഭാവനകൾ സാമ്രാജ്യത്തിന്റെ അടിത്തറ തന്നെ ഇല്ലാതാക്കി. സ്വർണത്തിന്റെ വില കൂപ്പുകുത്തി. പിന്നീട് വില സ്ഥിരത കൈവരിക്കാൻ വളരെ സമയമെടുത്തുവെന്നും രേഖകളിൽ കാണുന്നുണ്ട്. തീർത്ഥാടനാനന്തരം തന്റെ രാജ്യത്തേക്ക് മടങ്ങിവന്ന മൻസ മൂസ വിശുദ്ധ ഭൂമിയിൽ നിന്നും നിപുണരും പ്രഗത്ഭരുമായ നിരവധി പണ്ഡിതരെയും കവികളെയും വാസ്തുശില്പ കലാകാരന്മാരെയും കൂടെ കൂട്ടിയിരുന്നു. ഇവരെ ഉപയോഗപ്പെടുത്തി തന്റെ സാമ്രാജ്യത്തിനകത്ത് വിശാലമായ വൈജ്ഞാനിക നഗരം പണിയാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു അത്. ഇതിന്റെ ശ്രമഫലമായി രൂപം കൊണ്ടതാണ് തിംബുക്തു എന്ന ചരിത്രപ്രസിദ്ധമായ നഗരം. ഈജിപ്തുമായും വടക്കേ ആഫ്രിക്കയിലെ മറ്റെല്ലാ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളുമായും നേരിട്ട് കാരവൻ ബന്ധമുള്ള ലോകത്തിലെ മുഖ്യ വാണിജ്യ നഗരമായിരുന്നു തിംബുക്തു. നഗരത്തിലെ ജിംഗ രേബർ മസ്ജിദിന്റെ ശില്പി ആന്തലോഷ്യൻ കവിയും ആർക്കിടെക്റ്റുമായിരുന്ന അബു ഇസ്ഹാഖ് അസാഹിലി ആയിരുന്നു. ഇതിന് പ്രതിഫലമായി രാജാവ് 200 കിലോ സ്വർണം നൽകിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 1375 CEയിൽ സ്പാനിഷ് കാർട്ടോഗ്രാഫർമാർ സ്ഥാപിച്ച കാറ്റാലൻ അറ്റ്ലസ് ഒരു കൈയിൽ സ്വർണ്ണക്കട്ടിയും മറുകൈയിൽ സ്വർണ്ണവടിയും പിടിച്ച് സിംഹാസനത്തിലിരിക്കുന്ന മൻസ മൂസയുടെ ചിത്രീകരണമാണ് കാണിക്കുന്നത്. പശ്ചാത്തലത്തിലെ അദ്ദേഹത്തിന്റെ ആധിപത്യത്തെ കാണിക്കുന്നത് ഈ സ്വർണ്ണ ഖനിയുടെ എടുത്തുകാട്ടൽ തന്നെയായിരുന്നു. മുസ്ലിം പണ്ഡിതരെക്കൊണ്ട് ഖുറാനിക് സ്കൂളുകളും മദ്രസയും യൂണിവേഴ്സിറ്റിയും സ്ഥാപിച്ച മൻസ മൂസ വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായ തലത്തിലേക്ക് മാലി സാമ്രാജ്യത്തെ വഴി നടത്തുകയായിരുന്നു. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങൾ എത്രമാത്രം ഫലപ്രദമായിരുന്നു എന്നതിനെക്കുറിച്ച് പല പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. തിംബുക്തുവിന് പുറമെ നൈജർ, സെനഗൽ, ഗിനിയ, ഗാംബിയ, മൗറിത്താനിയ, ബുർക്കിനോ ഫാസോ, ഐവറി കോസ്റ്റ് തുടങ്ങിയ നഗരങ്ങളിൽ കൂടി പണി കഴിപ്പിച്ചത് മൻസ മൂസയായിരുന്നു. വിദ്യാർത്ഥികളെയും ഗവേഷകരെയും മൊറോക്കോയിലെ ഫെസ് പോലുള്ള വൈജ്ഞാനിക നഗരങ്ങളിലേക്ക് തന്റെ പൂർണ്ണ സാമ്പത്തിക ചെലവിൽ പറഞ്ഞയക്കുകയും പഠനാനന്തരം തന്റെ നാട്ടിൽ അധ്യാപനം നടത്താൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തിരുന്നു മൻസ മൂസ. ചരിത്രത്തിലും ഖുറാനിക ദൈവശാസ്ത്രത്തിലും താൽപ്പര്യമുള്ള പണ്ഡിതന്മാർ തിംബുക്തുവിലെ പള്ളിയിലെ ഒരു അധ്യാപന കേന്ദ്രമാക്കുകയും അവിടങ്ങളിൽ ചർച്ചകൾ, സംവാദങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ രൂപം കൊണ്ടതാണ് യൂണിവേഴ്സിറ്റി ഓഫ് സാൻകോർ എന്ന മഹത്തായ സർവകലാശാല. ഉപസഹാറൻ ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്ന പുരാതനമായ യൂണിവേഴ്സിറ്റിയാണിത്. 1549 മുതൽ 1583 വരെ സോങ്ങായി സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ആസ്കിയ ദാവൂദിന്റെ കാലത്ത് യൂണിവേഴ്സിറ്റി കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമായി. അക്കാലത്ത് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ നിർബന്ധിതവും ഐച്ഛികവുമായ പഠനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു.
നിർബന്ധിത പഠനങ്ങളിൽ തത്വചിന്ത, ഇസ്ലാമിക നിയമം, ഖുർആൻ വ്യാഖ്യാനം, ഭാഷാപഠനം, വിപുലമായ വ്യാകരണം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. 10 വർഷമായിരുന്നു സർവകലാശാലയിലെ ബിരുദ പഠനം തന്നെ. കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദാനന്തരം വസ്ത്രങ്ങൾ, ഉപ്പ്, കന്നുകാലികൾ, പണം എന്നിവ സമ്മാനമായി ലഭിച്ചിരുന്നു. അബു അബ്ദുള്ള ആഗ് മുഹമ്മദ് ഇബ്ൻ ഉസ്മാൻ, ആഗ് മുഹമ്മദ് ഇബ്ൻ അൽ മുഖ്താർ അൽ നവാനി, മുഹമ്മദ് ബഗായോഗോ അസ് സുഡാൻ അൽ വങ്കാരി അൽ തിംബാക്തി, അബു അൽ അബ്ബാസ് അഹ്മദ് ബുറിയു ഇബ്ൻ മോഡിബോ, മുഹമ്മദ് അൽ കബൂരി തുടങ്ങിയ പണ്ഡിതന്മാരായിരുന്നു യൂണിവേഴ്സിറ്റിയിലെ പ്രധാന അധ്യാപകർ. തത്വചിന്ത മുതൽ ഭാഷാപഠനം വരെയുള്ള വിഷയങ്ങളിൽ 60-ലധികം ഗ്രന്ഥങ്ങൾ എഴുതിയ അഹ്മദ് ബാംബ പള്ളിയിലെയും സർവകലാശാലയിലെയും ഏറ്റവും ശ്രദ്ധേയമായ പ്രൊഫസർ കൂടിയായിരുന്നു. 1591 മൊറോക്കൻ യോങ്ഹായ് അധിനിവേശത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ആക്രമിക്കപ്പെടുകയും പല ഗ്രന്ഥങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സമ്പത്തിന്റെ കൃത്യമായ വിനിമയശീലം ചരിത്രത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു മൻസ മൂസ. ഇസ്ലാമിന്റെ ദാനശീലത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട അദ്ദേഹം തന്റെ സമ്പത്ത് മുഴുവൻ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമായിരുന്നു. 1337 മൻസ മൂസ ഭരണം അവസാനിപ്പിക്കുന്ന സമയത്ത് 400ഓളം വൻ നഗരങ്ങൾ മാലി സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. ശേഷം ഭരണം ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ മക്കൾക്ക് സാമ്രാജ്യം നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയതും അമിതമായ യൂറോപ്യൻ അധിനിവേശവും മാലി സാമ്രാജ്യത്തിന്റെ പതനത്തിലേക്ക് നയിച്ചു എന്ന് വേണം പറയാൻ. റൂഡോൾഫ് വാർ നിരീക്ഷിച്ചതനുസരിച്ച് 100 വർഷം കൂടി മൻസ മൂസ ഭരണം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന ലോകത്തിന്റെ ചരിത്രം തന്നെ മാറിപ്പോകുമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ മാലിക്ക് ഭൂപടത്തിൽ ഇടം വാങ്ങിക്കൊടുത്തത് പോലും മൻസ മൂസയായിരുന്നു. ആദ്യമായി ഒരു കാറ്റാലിയൻ മാപ്പിലാണ് മാലിയെ അടയാളപ്പെടുത്തിയത്. ലയൺ ഓഫ് മാലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മൻസ മൂസ അക്കാലത്ത് തന്നെ ധാരാളം വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. ലണ്ടനിലെ സ്കൂൾ ഓഫ് ആഫ്രിക്കൻ ആൻഡ് ഓറിയന്റൽ സ്റ്റഡീസിൽ ലൂസി ഡ്യൂരൻ പറയുന്നത് ചരിത്രകാരന്മാരായ മാലിയൻ ഗ്രീവേഴ്സോട് അദ്ദേഹത്തെ വിമർശിച്ചിരുന്നുവെന്നാണ്. മൻസ മൂസ സാമ്രാജ്യത്തിന് പുറത്ത് പ്രാദേശിക വിഭവങ്ങൾ പാഴാക്കിയതായി അവർ കരുതുന്നുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ ഇടപെടലുകളിലൂടെയും സാമ്പത്തിക വിനിമയത്തിലൂടെയും ഒരു സാമ്രാജ്യത്തെ സമുദ്ധരിച്ച മൻസ മൂസയുടേതു കൂടിയാണ് ഇന്നിൻ്റെ ചരിത്രം പറയപ്പെടുന്നത്. വിമർശനങ്ങൾ ഏറെ വന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഖുർആനിലെ ദാനധർമ്മങ്ങൾ കൃത്യതയോടെ പാലിക്കുകയായിരുന്നു മൻസ മൂസ. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിലൊന്നാണ് ദാനം. ഇക്കാര്യം നിർബന്ധ സ്വരത്തിലും പ്രോത്സാഹന രൂപത്തിലും ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിൽ സത്യവിശ്വാസികളുടെ സ്വഭാവവിശേഷണങ്ങൾ വിവരിക്കുന്നിടത്ത് സവിശേഷമായി പരാമർശിക്കപ്പെട്ടതാണ് നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കുന്നവർ എന്ന് ഖുർആനിൽ 6 ഇടങ്ങളിൽ പ്രവചിച്ചിട്ടുമുണ്ട്. പണം മാത്രമല്ല, വസ്തുക്കളും സേവനങ്ങളുമെല്ലാം സ്വദഖയുടെ വിശാലമായ വിവക്ഷയിൽ പെടുന്നവയാണ്. ആപേക്ഷികമായി പണത്തിന് കൂടുതൽ സ്ഥാനമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബിർറ്റ് എന്താണെന്ന് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ദാനധർമ്മത്തെ പ്രത്യേകം എടുത്തു പറയുകയും നാം ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കുന്നതുവരെ നമുക്ക് ബിർറ്റ് കരസ്ഥമാക്കാനാവില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.